തിരുവനന്തപുരം ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ആരംഭിക്കുന്ന IIPD പദ്ധതി ഭിന്നശേഷി മേഖലയിൽ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിർമ്മാണോദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനത്തിനായി കാസർഗോഡ് ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് സംരംഭത്തിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കാസർഗോഡ് ആരംഭിക്കുന്ന IIPD പദ്ധതി ഭിന്നശേഷി മേഖലയ്ക്ക് സർക്കാർ നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച വലിയൊരു അംഗീകാരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ഭിന്നശേഷി മേഖലയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ മുതുകാടിന്റെ നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഭിന്നശേഷി മേഖലയിൽ സർക്കാർ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കെട്ടിടങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ, പൊതു ഇടങ്ങൾ എന്നിവ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഭിന്നശേഷി മേഖലയ്ക്ക് സംസ്ഥാന ബഡ്ജറ്റിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്കുള്ള തുക വകയിരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുകെട്ടിടങ്ങൾ ഇതിനകം ഭിന്നശേഷി സൗഹൃദമായിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഭിന്നശേഷി സൗഹൃദമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇതിനോടൊപ്പമുള്ള അവസരങ്ങൾ ഒരുക്കണം. സംസ്ഥാന സർക്കാരിന്റെ വെബ്സൈറ്റുകൾ അതും ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ജില്ലാ കമ്മിറ്റികൾ നേരിടുന്നു. ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ കേസുകൾ പരിഗണിക്കുന്നതിനായി പ്രത്യേക കോടതികൾ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് പലേഡിയം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗായിക KS ചിത്ര IIPD വെബ്സൈറ്റ് പ്രകാശനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഒരുപാട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ചാനൽ എന്ന് പറഞ്ഞാൽ മാജിക് ഷോ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം മാറ്റിവെച്ച് ഡിഫറെന്റ്ലി ഏബിൾഡായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പറയാതിരിക്കുന്നത്. ഞാൻ ട്രിവാൻഡ്രത്തെ മാജിക് പ്ലാനറ്റിൽ പോയി നേരിട്ട് ഒരുപാട് ഫംഗ്ഷൻസ് ഞാൻ പോയിട്ടുണ്ട്. നേരിട്ട് കണ്ട അനുഭവം കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹത്തെ കാണുമ്പോഴുള്ള സ്നേഹവും സന്തോഷവും അതുപോലെ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഫെസിലിറ്റീസ് ഞാനതുപോലത്തെ പല കാര്യങ്ങളും എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കെല്ലാം ഒരുപാട് ഉപകാരപ്രദമായി നമുക്ക് സംശയമുണ്ടായിരുന്നു. ഈ ഒരു സ്ഥാപനം എല്ലാം ഉപേക്ഷിച്ച് ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട ദീർഘായുസ്സും ആരോഗ്യവും എല്ലാ തരത്തിലും. ചടങ്ങിൽ NRDC രക്ഷാധികാരിയും പലേഡിയം ഓഡിറ്റോറിയം ഉടമയുമായ മണികണ്ഠൻ മേലത്ത്, BPCL പ്രതിനിധി ജയ്ദീപ്, കാനറ ബാങ്ക് പ്രതിനിധി MK ശ്രീകാന്ത്, കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഡയറക്ടർ ജനറൽ P മനോജ് കുമാർ, പ്രൊജക്ട് ഷെൽട്ടർ സ്ഥാപകൻ ഫാദർ ജോർജ് കണ്ണന്താനം തുടങ്ങിയവരെ ആദരിച്ചു. MP മാരായ PV അബ്ദുൽ വഹാബ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, MLA മാരായ M രാജഗോപാലൻ, CH കുഞ്ഞമ്പു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ KB സുജാത ടീച്ചർ, ജില്ലാ കളക്ടർ ഇമ്പശേഖർ IAS, പോത്താങ്കണ്ടം ആശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണാനന്ദ ഭാരതി, SP D ശില്പ, ചലച്ചിത്രതാരം രാഘവൻ, ഡിഫറന്റ് ആർട്ട് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട്, ഡയറക്ടർമാരായ മോഹനൻ, അഡ്വക്കേറ്റ് MR ഹരിരാജ്, ജയാഡാളി, പ്രഹ്ലാദാചാര്യ, ഷൈല തോമസ്, മഹേഷ് ഗുപ്തൻ, ജഗദീശൻ, തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ മാതൃകയെ ആസ്പദമാക്കി വിപുലീകരിച്ച സംവിധാനങ്ങളാണ് കാഞ്ഞങ്ങാട് മടിക്കയിൽ 20 ഏക്കർ സ്ഥലത്ത് ഒരുങ്ങുന്നത്. അന്തർദേശീയ നിലവാരത്തിലുള്ള കലാകായിക പരിശീലന സംവിധാനങ്ങൾ, അത്യാധുനിക തെറാപ്പി സൗകര്യങ്ങൾ, പേഴ്സണലൈസ്ഡ് അസിസ്റ്റീവ് ഡിവൈസ് യൂണിറ്റുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, ട്രെയിനിംഗ് സെന്ററുകൾ തുടങ്ങിയവ കാസർഗോഡ് IIPD-യിൽ ഉണ്ടാകും. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്രയധികം വിഭാഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന സംരംഭം നടപ്പിലാക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം സംസ്ഥാനത്തെ നിരവധി കുട്ടികൾക്ക് ആശ്രയമാകുന്ന തരത്തിലാണ് സെന്റർ നിർമ്മിക്കുന്നത്. 100 കോടി രൂപയുടെ പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത്. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ 2026-ൽ പൂർത്തീകരിക്കുവാനാണ് ഉദ്ദേശം. 2029-ഓടുകൂടി പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭിന്നശേഷിക്കാർക്കുള്ള സ്ഥാപനമായി IIPD മാറും. പ്രതിവർഷം 500 ഭിന്നശേഷിക്കാർക്ക് വിവിധ മേഖലകളിൽ പരിശീലനം നൽകുന്ന രീതിയിലാണ് ക്യാമ്പസ് ക്രമീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയുമുള്ള ഭിന്നശേഷിക്കാർക്ക് സെന്ററിലെ സേവനങ്ങൾ ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.